മിലാസോ, ഇറ്റലിയുടെ സൗത്ത് സൈഡിലുള്ള ചെറിയൊരു പട്ടണം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണ്. നമ്മളിന്ന് ഈ കോട്ട കാണാനാണ് വന്നത്. പക്ഷേ കോവിഡിൻ്റെ പ്രോബ്ലം ഉള്ളതിൻ്റെ പേരിൽ, അതായത് ഇവിടെ യെല്ലോ സോണാണ്. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഇവിടെ ഓപ്പൺ അല്ല, കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം. അത് കാരണം നമുക്കിതിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോണത്. അതിൽ ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്, ആർക്കിയോളജി മ്യൂസിയം. അതിലേക്ക് നമുക്കൊന്ന് കയറി പോകാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇന്ന് ഞായറാഴ്ചയാണ്. ആദ്യം തന്നെ നമ്മൾ തന്നെയാണ് കേട്ടോ വിസിറ്റർ. വേറെ ആരും ഇതുവരെ കയറിയിട്ടില്ല ഇന്നത്തെ ദിവസം. ഇന്നവിടുത്തെ കെയർ ടേക്കറാണ് ജോവാന. നമുക്ക് വെൽക്കൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇത് ഓരോ റൂമിൽ തരം തിരിച്ചാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാധനങ്ങളവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ റൂം തിരിച്ചിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജോവാന എന്നോട് പറഞ്ഞു തരാണ്. ഇത് വായിച്ചിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ കൂടുതൽ വായിക്കാനൊന്നുമില്ല, കാരണം അതിനുള്ള ഭാഷയുടെ കഴിവ് എനിക്ക് ഉത്തരം ഉള്ളേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുന്നത്, ഇവിടെ ഈ സ്ഥലത്ത് നിന്നൊക്കെ ഖനനം ചെയ്ത് കിട്ടിയേക്കണ ഐറ്റംസൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അതൊക്കെ ഇവർക്കിവിടെ ഖനനം ചെയ്തിട്ട് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതൊക്കെ ഒരു മ്യൂസിയത്തിലാക്കിയിരിക്കുന്നതാണ്. മിലാസോന്ന് കിട്ടിയേക്കുന്ന ഐറ്റംസുകളൊക്കെ ഇതിൽ കുറേയൊക്കെ അവർ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം കൂടുതലും ഇവിടെ നിന്ന് കിട്ടിയേക്കണത് അതിൽ അതേപടി തന്നെ രണ്ടാമത് പ്ലാസ്റ്റർ ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് വെച്ചിരിക്കണേ. എല്ലാ അതിൻ്റെ ഡീറ്റെയിൽസ് അതാത് സാധനങ്ങളുടെ ഇതിൻ്റെ അടുത്ത് നമ്പർ ഇട്ടിട്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താണ് കിട്ടിയേക്കണത്, ഏത് വർഷമാണ് അത് ഖനനം ചെയ്ത് കിട്ടിയേക്കണമെന്നും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. പല സാധനങ്ങളും ഇവിടെ കാണാനുണ്ട്. കൂടുതലും ഈ പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ അതല്ലാതെ കുറേ നിത്യോപയോഗ സാധനങ്ങളുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ഖനനം ചെയ്ത് കിട്ടിയേക്കണ സമയത്തുള്ള, അതായത് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോസുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏത് വർഷത്തിലാണ് അത് ഖനനം ചെയ്തേക്കണതെന്നും എന്തൊക്കെയാണ് കിട്ടിയേക്കണതെന്നും എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബ്രൗഷേഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിക്ചറടക്കം, ഖനനം ചെയ്തപ്പോഴുള്ള പിക്ചറടക്കം കൊടുത്തിട്ടുണ്ട്. ഇതിലിത് കൂടാണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു സ്കെൽട്ടനും ഉണ്ട്. അതടക്കം ഇവിടെ റെഡി മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഖനനം ചെയ്ത് കിട്ടിയ സമയത്തുള്ള ഫോട്ടോസാണ്. കോവിഡ് ആയതുകൊണ്ട് ആൾക്കാർ കുറവാണെന്ന് പറയുന്നത് ഇവിടേക്ക് വരണത്. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസും പിന്നെ ഈ ഹിസ്റ്ററി പഠിക്കുന്ന കുറേ ആൾക്കാരും യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വരും എന്ന് പറഞ്ഞു ഇവിടേക്ക് ഇത് കാണാനായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കെൽട്ടൺ. ഇത് ഖനനം ചെയ്തപ്പോൾ കിട്ടിയതാണ് നമുക്ക്.
പണ്ട് കാലത്ത് വെള്ളത്തിനെടുത്ത് വെച്ചിട്ടുള്ള പൂജകൾ, കുറേ ഐറ്റംസുകളുണ്ട്. അന്ന് ഉപയോഗിച്ച് വീടിൻ്റെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന കല്ലുകൾ, ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമ്മളെല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടില്ല, കാരണം കണ്ടമാനമുണ്ട്. ഇതിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരുപാട് നേരം പോകും. അതുകൊണ്ട് അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ നാണയങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ മ്യൂസിയം ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെയും ഒരു സ്ട്രക്ചർ പഴയ രീതിയിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പഴയ കാലത്തെ കെട്ടിടങ്ങളുടെ രീതിയിലാണ് ഇത് പണിയെടുപ്പിച്ചിരിക്കുന്നത്. അത് നല്ല രസമാണ് കാണാനായിട്ട്. ഞാനങ്ങനെ കണ്ട് തിരിച്ചു പോവാണ്. നമ്മൾ വിഷ് ചെയ്ത ആൾ വിട്ടു. കണ്ട ഈ ബിൽഡിങ് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പഴയ രീതിയിൽ തന്നെ നമുക്ക് തോന്നാം. പക്ഷെ ഉൾവശം നല്ല വൃത്തിയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വേറൊരു അടുത്തൊരു പള്ളിയുണ്ട്. അതായത് വളരെ പഴക്കമുള്ളൊരു പള്ളി, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു പള്ളിയാണ്. ആ പള്ളിയിലേക്കാണ് നമ്മളിനി പോണത്. പോണ വഴി രണ്ട് സൈഡും പഴയ കാലത്തെ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റോഡാണെങ്കിൽ കരിങ്കല്ല് പാകി നല്ല വൃത്തിയുള്ള റോഡാണ്. ഇതൊരു സെൻറ്റ് ഫ്രാൻസിസ് പൗളോൻ്റെ പേരിലുള്ള പള്ളിയാണ്. അദ്ദേഹം പണി കഴിപ്പിച്ച പള്ളിയാണ്. 1465 കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ചേക്കുന്ന പള്ളിയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് പണി കഴിപ്പിച്ച പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടമാനം വിശ്വാസികൾ വരുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള പള്ളി രണ്ടാമത് പുതുക്കി പണിതാണ്. അത് 1600 കാലഘട്ടങ്ങളിലങ്ങാണ്ട് പുതുക്കി പണിതാണെന്ന് പറഞ്ഞത്. ഇതാണ് പള്ളി. എൻ്റെ മണിമാളികയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടുത്തെ മെയിൻ ഒരു പള്ളിയാണ്. ഇവിടെ ഏകദേശം ഒരു മിലാസോ ഈ ചെറിയ പട്ടണത്തിൽ മാത്രം ഏകദേശം ഒരു 15-ൽ താഴെ പഴക്കമുള്ള പള്ളികളുണ്ട്. അതിലെ പ്രധാനപ്പെട്ടൊരു പള്ളിയാണ്. പള്ളി കയറി വരുന്ന മുൻഭാഗമാണ് കാണുന്നത്. സ്റ്റെപ്പുകളാണ് രണ്ട് സൈഡിലൂടെ. പള്ളിയുടെ ആ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഫ്രണ്ട് വശം കാണുന്നത് ഈ കടലാണ് കാണുന്നത്. കടലിൻ്റെ വ്യൂ ആയിട്ടാണ് പള്ളി നിൽക്കുന്നത്. നല്ലൊരു വ്യൂ ആണത്. പള്ളിയുടെ ഉള്ളിലൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു ബൾബ് പോലെ ഇട്ടില്ല, പക്ഷെ നല്ല വെളിച്ചം. കാരണം നാച്ചുറൽ ലൈറ്റാണ്. രണ്ട് സൈഡിൽ നിന്നും വിൻഡോസ് ഉണ്ട്. അതുകൊണ്ട് നല്ല വെളിച്ചമാണ്, എപ്പോഴും നല്ല വെളിച്ചമാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്തേക്കണ മേൽക്കൂരയാണ്. ചുമരുകളിലത് മുകളിലത് ഇതുപോലത്തെ നല്ല പഴയ കാലത്തെ വിളക്കുകളൊക്കെ ഉണ്ട്.
അതുപോലെ മാർബിളിൽ തീർത്തേക്കുന്ന കുറേ പ്രതിമകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാം. ഈ കാണുന്നത് ആദ്യം പണിത പള്ളിയുടെ ഫൗണ്ടേഷൻ ഉപയോഗിച്ച കല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കൂടെ വിശ്വാസികൾ ഒരുപാട് പേര് വന്നത് മുട്ടണൊക്കെ ഉണ്ട്, എൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടെ കൗതുകം തോന്നിയത് ഈ വെളിച്ചത്തിൻ്റെ മാത്രമല്ല, ഇവിടുത്തെ ഈ ബാൽക്കണി, തുറക്കണില്ല എന്ന് പറഞ്ഞിപ്പോൾ മരത്തിൽ തീർത്തേക്കുന്ന ബാൽക്കണിയാണ്. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ കാണുന്നത് ഇത് 19-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ഗവർണറിൻ്റെ പാലസായിരുന്നു. ഇതിപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ട് അടച്ചിട്ടിട്ട് കുറച്ച് നാളായെന്ന് പറഞ്ഞത്. 2 വർഷത്തിൽ മേപ്പറങ്ങാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ കാരണം കൊണ്ട് അറ്റകുറ്റപ്പണികളൊന്നും നടന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിലെ ഇവിടുത്തെ ഗവർണറുടെ പാലസായിരുന്നു ഇത്. ഞാനിവിടെ തൊട്ടടുത്തുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായി ഇത് അടച്ചിട്ടിട്ട്. അയാൾ പറഞ്ഞത് 2 വർഷത്തിന് മേപ്പറായെന്ന് പറഞ്ഞു. ഇത് പണികൾക്കൊക്കെ ആയിട്ട് അടച്ചിട്ടാണെന്ന് പറഞ്ഞത്. അതിനുശേഷം ഒന്നും തുറന്നിട്ടില്ല. നമ്മളപ്പോൾ ഈ കോട്ട കാണാനാണ് വന്നത്. പക്ഷേ കോട്ട നമുക്ക് ഇന്ന് നേരത്തെ പറഞ്ഞോളൂ, ഞാൻ കോട്ട തുറന്നിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കോട്ടയുടെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.